അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ ഈ സിങ്കിൻ്റെ അടിഭാഗത്തായിട്ട് 1.5 ഇഞ്ച് ലൈന് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ അതിന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പകരം 2 ഇഞ്ച് ലൈന് കട്ട് ചെയ്ത് ഈ ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇത് ഇവിടുന്ന് മാറ്റേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സിങ്കിൻ്റെ ഈ വേസ്റ്റ് ലൈൻ പോകുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ 1.5 ഇഞ്ചാണ് കൊടുത്തിരുന്നെങ്കിലും ഇനി നമ്മളിത് മാറ്റി ചെയ്യുന്നത് കൊണ്ട് 2 ഇഞ്ച് ലൈനാണ് കൊടുക്കേണ്ടതായിട്ട്. കാരണം 1.5 ഇഞ്ച് അവിടെ കൊടുക്കാൻ അതിനുള്ള സൗകര്യമേ ഉണ്ടായിരുന്നുള്ളതാണ്. ഇനി നമുക്ക് 2 ഇഞ്ച് ലൈന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇഞ്ച് ലൈനും അതോടൊപ്പം തന്നെ ഒരു വാട്ടർ ലൈനും കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം സിങ്കിൻ്റെ കണക്ഷൻ അടിയിൽ നിന്നാണ് കയറുന്നത്. കാരണം ഒരു സോനക്ക് പില്ലർ ടാപ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ വാളിൽ നിന്നാണ് സിങ്കിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ വാളിൽ തന്നെയാണ് അത് കൺസീൽ ചെയ്താണ് കൊടുക്കുന്നത്. ഇതിൽ വന്നിട്ട് താഴെ നിന്നാണ് കയറുന്നത്. കാരണം അത്തരത്തിലൊരു സിങ്ക് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇതിന് വേസ്റ്റ് ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഇത് ഇത്തരത്തിലാണ് ചെയ്തിരുന്നതെങ്കിലും ഇതിൻ്റെ അതായത് ഒരു ഹോട്ടലിലേക്ക് ഒരു അറേഞ്ച്മെൻറ്റ് വന്നപ്പോൾ അവർക്ക് ഇത്തരത്തിൽ മാറ്റേണ്ടതായിട്ട് വന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൽ ടെയിൽ ഒടിച്ചിരിക്കുന്നതുകൊണ്ട് കട്ടറിൻ്റെ തന്നെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന സമയത്ത് ടെയിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനെ അടുപ്പിച്ച് ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ഹോളാക്കാൻ സാധിക്കും. കാരണം ചിപ്പിംഗ് മെഷീൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സൈറ്റിൽ വേറൊരു പണിക്ക് വന്നപ്പോഴാണ് ഇത് അർജൻറ്റായിട്ട് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് ചിപ്പിംഗ് മെഷീൻ എടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഡ്രില്ല് ഉപയോഗിച്ച് അടുപ്പിച്ച് ഹോൾ ഇട്ടതിന് ശേഷം ഉളുക്കി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഹോൾ അടിച്ചതിൻ്റെ മറുവശത്തായിട്ട് ലൈൻ ഇറക്കേണ്ടത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഏണിയിൽ നിന്നോളം ചെയ്യാൻ, കാരണം ഈ ഒരു 3 ഇഞ്ച് ലൈനിൽ ഇട്ടിട്ടാണ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ വാട്ടർ ലൈനും കൊടുത്തിട്ടുണ്ട്. ആ വാട്ടർ ലൈനും നമുക്ക് കണക്ട് ചെയ്യണം. കാരണം ഒരു 20 അടിയുടെ ഹൈറ്റിലുള്ള ഒരു ഏണി ഇട്ടുവേണം ഇത് ചെയ്യാനായിട്ട്. അതായത് ഈ ഒരു ലൈനിൽ കൂടെയാണ് ഇതിൻ്റെ വേസ്റ്റ് ലൈൻ പോകുന്നത്. അപ്പോൾ അത് നമ്മളൊരു 3 ഇഞ്ചിൻ്റെ വൈയിൽ ഒരു 45 ഒടിച്ചിട്ട് അതിൽ റെഡ്യൂസ് ചെയ്താണ് 2 ഇഞ്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളതിൽ 2 ഇഞ്ചിൻ്റെ ഡോറൽ ഒട്ടിച്ചതിന് ശേഷം അതിൽ ഒരു 3ക്ക് 2ൻ്റെ റെഡ്യൂസർ ഒട്ടിച്ച് 3 ഇഞ്ച് പൈപ്പ് താഴോട്ട് ഇടാൻ പാകത്തിന് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിലൊരു ക്ലാമ്പ് അടിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വാട്ടർ ലൈൻ കണക്ട് ചെയ്യണം. വാട്ടർ ലൈൻ കണക്ട് ചെയ്യേണ്ടതായിട്ട് അതിനായിട്ട് അതിൻ്റെ നമ്മൾ വേസ്റ്റ് ലൈൻ ഇറക്കിയതിൻ്റെ തൊട്ട് മുകളിലൂടെ ഒരു 3/4 ഇഞ്ച് പൈപ്പ് പോകുന്നുണ്ട്. അപ്പോൾ 3/4 ഇഞ്ച് പൈപ്പിലേക്ക് ഒരു ടീ ഇട്ട് അതിലൊരു എൽബോ ഇട്ട് നേരിട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഈ ലൈനിലാണ് നമ്മളിനി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൈയും 45 ഇത്തരത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു പൈപ്പ് ഈ ഒരു ലെവലിൽ അവിടെ കൊണ്ട് നിർത്തണം. നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വൈയിലും 45-നുള്ള മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ഒട്ടിച്ച് ഇപ്പോൾ എങ്ങനെയാണ് അത് സെറ്റാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ലൈൻ വേസ്റ്റ് ലൈനെല്ലാം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അകത്തേക്ക് നമുക്ക് ഒരു ഷോർട്ട് ബെൻഡ് ഉപയോഗിച്ച് ഇതിൻ്റെ വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്